ഇക്കുറി ബാലൻ കൊണ്ടുവന്നതേ നല്ല മൂത്ത എഞ്ചിയാ. നല്ല കൈപുണ്യം ഉള്ളവനാ ബാലൻ. ബ്ലഡി ബാലൻ അവനെ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ അവന്റെ വിറ്റാ 2 രൂപ കിട്ടുന്ന. അപ്പൊ അത് ശരി, അതുകൊണ്ടാണ് ഞങ്ങളെ ബീർ കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ല ഞങ്ങളുടെ ലിവറിനോടോ സ്നേഹം കൊണ്ടല്ല. കൂടെ കൊടുക്കായിട്ട് എത്തിയല്ലോ. എന്താ വരാത്തെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അതാ സ്റ്റാമ്പിയർക്കിന്റെ തള്ളയാ, പഴയ കൂട്ടുകാരിയല്ലയോ, അടയും ചക്കരയും പോലെ. ഓ, ഞാൻ മിണ്ടാനൊന്നും പോവാറില്ല. ഞങ്ങള് നായന്മാരോടല്ലാതെ ആരോടും ചങ്ങാത്തം കൂടാനോ കൂട്ടുകൂടാനോ പോവാറില്ല. ജാതി തന്നെ ഐക്യമില്ല, പിന്നെങ്ങനെ ഈ മലമുട്ടി ഹിന്ദുക്കള് രക്ഷപ്പെടുക? നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണ്ട അവിടെ? എന്തിനാ? ഒരു സ്വപ്നത്തിന്റെ ചരമക്കുറിപ്പായി പത്രത്തിൽ കൊടുക്കാനാ. ഇതും കൂടി കണ്ടപ്പോ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. പച്ച പിടിച്ച് വളരേണ്ട പ്രേമത്തിന്റെ പുറത്തൂടെ ടിപ്പർ ലോറി കയറ്റിറക്കിയ ദുഷ്ടൻ. ഇവനായതും ഞാൻ എടുത്തതും ജോക്കർ. എന്തപ്പോ എല്ലാം കൊണ്ടും ഇപ്പൊ ഒരു സന്തോഷമുണ്ട്. ഈ നാട്ടിലേക്ക് വീണ്ടും വന്നപ്പോ എന്റെ മോന്റെ സ്വഭാവം അങ്ങ് മാറി. ഇതൊന്നും ആയിരുന്നില്ല, ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത പ്രകൃതമായിരുന്നു. മിലിറ്ററി വിട്ട് വന്ന പിന്നെ ആരോടും വലിയ അടുപ്പമില്ല. വല്ലപ്പോഴും വീട്ടിലെത്തിയാൽ തന്നെ അധികം ഉരിയാട്ടവും ഇല്ല. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒറ്റ ഇരിപ്പാ. ഏതെല്ലാം ദൈവങ്ങൾക്ക് ഞാൻ വഴിപാട് ചെയ്തെന്നറിയോ? ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. മതിയമ്മേ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? എല്ലാരും കേക്കട്ടെ, അത്രക്കേറെ നീ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പോട്ട് ജാനകി, അതൊക്കെ കഴിഞ്ഞില്ലേ? വായ നോക്കി നിൽക്കാതെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. കടുപ്പത്തിലൊരു കട്ടൻ ചായ, അതല്ല നിന്റെ ശീലം. ഇപ്പൊ കൊണ്ടുവരാം. വേണ്ട മോളെ, നിങ്ങൾ ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് വരാം. നിന്റെ അടുക്കള ഞാനും ഒന്ന് കാണട്ടെ. 2 വീടിനും കൂടി ഒരടുക്കള മതിയെന്നല്ലേ നമ്മുടെ കെട്ടിയമാര് പറയാറ്. രണ്ടുപേരും കൂടെ അടുക്കള പുരാണത്തിന്റെ കെട്ടഴിക്കാൻ പോയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ സംഭവിക്കാവോ? ആരെങ്കിലും വന്ന് കേറുവോ? വീട്ടിനോട് ചേർന്ന് തന്നെ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് മാഷക്ക് അവധി ദിവസം ഇല്ലല്ലോ. വന്നാലും നമ്മൾ 2 കുടിയന്മാരെ ഈ നാട്ടുകാർക്കറിയാം. അർജുൻ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? സ്കൂളിൽ നിന്ന് 2 മടുക്കിട്ടാ വന്നത്. എന്താ കാര്യം? സ്കൂളിലായാലും വീട്ടിലായാലും രണ്ടും കീരിയും പാമ്പും അല്ലേ? മോനെ, ആ ഒളിന്ന് കുറച്ച് വഴക്കൊക്കെ മറന്ന് മക്കൾ ഈ പാട്ടൊന്ന് പാടി. കൊള്ളാം. ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് യുഗ്മഗാനം പാടുവോ മാഷേ? മക്കളെ, എന്തിലും വാശിയാവാം, ശത്രുത പാടില്ല. കോമ്പറ്റീഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എക്സലൻസ്. മത്സരത്തിലെ വാശിയാണ് വിജയത്തിന്റെ മികവിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ്. മാഷ് പറഞ്ഞ പോലെ മക്കൾ 2 പേരും കൂടെ ഒന്ന് പാടിയേ. അപ്പച്ചി പറഞ്ഞാൽ അനുസരിച്ചാൽ എന്താ നിനക്ക്? നീ അവളുടെ മുഖത്ത് നോക്കണ്ട, പാടിക്കേ. അതെ, പരസ്പരം മുഖത്ത് നോക്കാതെ എന്റെ മക്കളൊന്ന് പാടിയേ. പാട് മക്കളെ. അർജുൻ, ഇങ്ങനെ. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഞാന് നിന്റെ അച്ഛനൊന്ന് ഓർത്തുപോയി. കൃഷ്ണൻ മാഷക്ക് ശമ്പളം കിട്ടിയ തീറ്റയും കുടിയുമായിട്ട് എല്ലാ മാസവും ഞങ്ങൾ ഒരുമിച്ചൊരു കൂടലുണ്ട്. സ്വന്തം കൂടപ്പറപ്പുകളെക്കാളേറെ അങ്ങേര് സ്നേഹിച്ചത് നിങ്ങളെയാ. ഒന്നുമില്ലാതെ ഈ മലമൂട്ടി വന്നപ്പോ ഞങ്ങൾക്കൊരു തണലായി നീയും മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും മറക്കാനാവില്ല. മാഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടില്ലേ, കുറുമ്പോടെ ആണെങ്കിലും 2 അസലായി പാടുമായിരുന്നു. ഒന്ന് പാടിക്കേ. അടുത്ത ക്രിസ്മസിന് അമ്മച്ചി ക്ഷണിച്ചിട്ടുണ്ട്. വരാന്നും പറഞ്ഞാ നിന്റെ അമ്മ പോയത്. എന്റെ അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര ത്രില്ലില്ല. പെട്ടെന്ന് പോവാൻ മനസ്സുണ്ടായിട്ടല്ല. വീട്ടിലാണെങ്കിലും അമ്മ തനിച്ച, വേറെ ആരുമില്ല. കോഴി, ആട്, പശു, ഇതുങ്ങളുടെയൊക്കെ സംരക്ഷണ ചുമതല എത്രയാന്ന് കരുതി അയൽക്കാരെ ഏൽപ്പിക്കുക. ആ മിണ്ടാപ്രാണികളാണ് ഇപ്പൊ അമ്മയുടെ സെന്റിമെന്റ്സ്. പണ്ട് അച്ഛൻ്റെ ഓരോ ട്രാൻസ്ഫറിനനുസരിച്ച് വീടും പേറിയ ഒരു യാത്രയുണ്ടായിരുന്നു. പോറ്റി വളർത്തിയ മിണ്ടാപ്രാണികളെയും സ്നേഹം കൊണ്ട് സമ്പാദിച്ച അയൽക്കാരെയും ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ അമ്മ എന്നും കരയും. പക്ഷെ ഈ നാട് വിട്ടു പോയപ്പോൾ
അമ്മയോടൊപ്പം ഞാനും കരഞ്ഞു. നമുക്ക് ഈ മരം ഒന്ന് പേയിച്ചാലോ? വാ. അർജുൻ, ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം. ഹലോ, ഒരു 10 മിനിറ്റ് പ്രോമിസ്, വിളിക്കാം. സത്യമായിട്ടും വിളിക്കാം. ഓക്കെ, ശരി. ആരാത്? എന്നെ കെട്ടാൻ പോകുന്ന ആളാ, കുരുവിള കാട്ടുങ്കൽ. 2 കുടുംബക്കാർക്കും പിന്നെ ഇടവകയിലെ കൊച്ചച്ഛനും മാത്രമേ രഹസ്യം അറിയൂ. ഇപ്പൊ തനിക്കും. കാഞ്ഞിരപ്പള്ളി അച്ചായനാ, മൂക്കത്ത ചുണ്ടി. 10 മിനിറ്റിനകം വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി. ഞാൻ പോട്ടെ. Rebecca, faster! Fast! Come on, come on. എന്തു പറ്റി? ഇത് സ്ലോ ആയിരുന്നു കേട്ടോ. വാട്ട് ഹാപ്പൻ? ഇങ്ങനെ തളർന്നിട്ടല്ല ഓടേണ്ടത്. യു ഷുഡ് ആഡ് മോർ ഫോഴ്സ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഫൈനൽ ലാപ്പിൽ. റബേക്ക, ഞാൻ പറഞ്ഞില്ലേ കുരുവിള, അവന്. ഒക്കെ വല്യമ്മച്ച് കൊടുത്തയച്ചതാ. ഏതോ മീറ്റിങ്ങിന് പോകുന്ന വഴി വന്നതാന്നാ പറഞ്ഞേ. ചുമ്മാ പറയുന്നതാ. എന്നെ കാണാൻ വേണ്ടി തന്നെയാവും വന്നത്. അവനെ തന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന്. എന്തിന്? ഞാൻ എല്ലാ കാര്യങ്ങളും കുരുവിളിയോട് പറയാറുണ്ട്. അപ്പോഴേ പറഞ്ഞത് അർജുനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. ഹലോ കുരുവിള. ഹായ്. റബേക്ക പറഞ്ഞാണല്ലോ, പ്ലാന്റേഴ്സിന് ഒരു മീറ്റിങ്ങിന് പോണ വഴി വന്നതാ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഈ കൂടിക്കാഴ്ച വീട്ടിലായിക്കൂടെ? ഇനി ഈ ഗ്രൗണ്ടിൽ ഇത് ആവർത്തിക്കരുത്. ഇവളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവാതിരിക്കാനായി പറയുന്നത്. ട്രാക്കിലെ ഫിനിഷിംഗ് പോയിന്റ് അത് മാത്രമേ ഇനി പാടുള്ളൂ. അറിയാം, സോറി. ഒരു കോച്ച് എന്ന നിലയിൽ താങ്കളുടെ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നു. എനിക്ക് അറിയത്തില്ലാത്തൊരു മേഖലയാ. എന്നായാലും തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ഇനി ഇത് ആവർത്തിക്കല്ല. സോറി, പോട്ടെ. ഗുഡ് ബൈ. അർജുൻ, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞതിന്റെ സീരിയസ്നെസ് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നെ കാണാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് ഇൻസൾട്ടിംഗ് ആയിപ്പോയി. ലിസൺ റബേക്ക, ഐ കാണ്ട് എന്റർടൈൻ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഹിയർ. സ്പോർട്സ് ഗണിന് കാത് കൊടുത്തിരിക്കുന്ന അത്ലറ്റിന് മറ്റുള്ള ട്രാക്സിൽ ഓടുന്ന അത്ലറ്റ്സിനെ ഓവർടേക്ക് ചെയ്യാനും വിൻ ചെയ്യാനും മാത്രമായിരിക്കണം ലക്ഷ്യം. അല്ലാതെ അറിയാം, ഒരു ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ പൊറുക്കേണ്ടവനാണവൻ. ഒരു മെഡലിന് വേണ്ടിയുള്ള ബന്ധം, അത് മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. അത് നേടിയെടുക്കാനെങ്കിലും എന്നെ നീ ഒന്ന് അനുസരിക്കണം. എന്താ അർജുൻ, എന്താ ഇങ്ങനെയൊക്കെ? എന്താ നിനക്ക് പറ്റിയത് അർജുൻ? ഒന്നുമില്ല.
പിന്നെ 9 മാസം സ്വന്തം അമ്മയുടെ വയറ്റിൽ ഒളിച്ചു കിടന്ന് എന്നോടാ ഈ പിള്ളേരുടെ കളി. അയ്യോ ഇവിടെ വന്ന് നിൽക്കുന്നു. കായ് കളയേണ്ട മക്കളെ, ഇത് ബുള്ളറ്റ് പ്രൂഫാ. അരുത്, എന്നെ മാനഭംഗപ്പെടുത്തരുത്. ഇത് റബ്ബർ ഷീറ്റ് ആണെന്ന് തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ മക്കളെ നിങ്ങൾക്ക്? റെബേക്ക ഉതുപ്പിനെ പ്രേമിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിരാന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് ഊറ്റിയത്? അങ്ങനെ പറയരുത്. പ്രണയത്തിന് വേണ്ടി സ്നേഹത്തോടെ സമ്മാനിച്ച ഒന്നിനും കണക്കിടാൻ പാടില്ല. ചിലവ് കണക്ക് നോക്കിയാൽ ഷാജഹാൻ താജ്മഹൽ കെട്ടുമായിരുന്നോ? വെറുതെ ഇറന്നിരുന്ന് ഇവരെ പറഞ്ഞു മോഹിപ്പിച്ച് അവളിപ്പോ കോച്ചിന്റെ കൂടെയാ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. എനിക്കും ഇപ്പോഴത്തെ പെമ്പിള്ളാരും മെയ്ഡ് ഇൻ ചൈന പോലെയാണ്. നോ വാറണ്ടി നോ ഗ്യാരണ്ടി. പാവം പുരുഷന്മാര് പൂച്ച പാല് കുടിക്കുന്ന പോലെ ലോകം മുഴുവൻ പവർ കട്ടാണെന്ന ഇതുങ്ങളുടെയൊക്കെ വിചാരം. നിങ്ങൾ കാര്യം തെളിച്ചു പറ. കള്ള പൂച്ചയാവള്. ആര് പ്രേമിച്ചാലും മോഹിച്ചാലും കല്യാണം കഴിക്കാൻ മാത്രമായി. ഒരു ഹതഭാഗ്യനെ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ അവള് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ. ആരാത്? കുരുവിള കാട്ടുങ്കൽ.